ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസ് ആണ്. 2002 മോഡൽ വണ്ടിയാണ്. GS വേരിയൻ്റ് ആണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കോളിസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഓൺ യൂസിന് വേണ്ടി എടുത്ത വണ്ടി തന്നെയാണ് ഇതും. ഓൾറെഡി ഒരു കോളിസ് ഉണ്ട്. അത് ഞാൻ ബ്രേക്ക് ഡൗൺ അതുപോലെ ടോയിൻ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കോളിസ്. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ കോളിസാണ് എൻ്റെ ഓൺ യൂസിന്, മറ്റേ ടോയിൻ വർക്ക്ഷോപ്പ് യൂസിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വേറെ വണ്ടി ഉണ്ട്, പക്ഷേങ്കിൽ എനിക്ക് കോളിസിനോട് ഭയങ്കര താല്പര്യമാണ്. അതും പച്ച കളർ കോളിസിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നോക്കിയിട്ട് നമ്മുടെ ഒരു ബഡ്ജറ്റിന് പറ്റിയൊരു വണ്ടി ഇപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടാക്സ്, ഇൻഷുറൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ മൊത്തം റിന്യൂവൽ ചെയ്യണം, റീസ്റ്റോറേഷൻ ചെയ്യണം ഇതിനകത്ത്. പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ പക്കയാണ്. അല്ലേ, കോയമ്പത്തൂർ കോയ സീറ്റാണ് ഇതിനകത്ത് വരുന്നത്. എന്താ വെച്ചാൽ കോയ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 32,000 റുപ്യോളം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ലക്കിൽ കിട്ടിയതാണ്. ലക്ക് എന്ന് പറയാനില്ല, ഞാനൊരു മോഹവില തന്നെ കൊടുത്തത്, ഈ ടാക്സ് ഒന്നും ഇല്ലാതെ കൊടുത്തെടുത്തിട്ട് വന്നത്. ഇതിൽ മീറ്ററിൽ കാണിക്കുന്നത് 2,29,000 കാണിക്കുന്നുണ്ട്. പക്ഷേ അത് റോങ് ആണ്, തെറ്റിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് ബെൽറ്റിൻ്റെ കവറിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 3 ലക്ഷത്തിൽ ടൈമിംഗ് ബെൽറ്റ് മാറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി വേറെ പാച്ച് കാര്യങ്ങളൊന്നുമില്ല. പാച്ച് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കുറച്ച് പാച്ചുണ്ട്, ബാക്കി ബോഡിയെല്ലാം പക്കയാണ് വണ്ടി. അല്ലേ, പക്ക വണ്ടിയാണ്. GS വേരിയൻ്റാണ്. പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC ഒക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റിൻ്റെ കവറിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് 3 ലക്ഷത്തിൽ ടൈമിംഗ് ബെൽറ്റ് മാറിയെന്ന്. പക്ഷേ ഡേറ്റിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. 21/8/2015 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് 21ാമത്തെ വർഷമാണോ ഇനി 21ാമത്തെ ഡേറ്റ് ആണോ എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല ഇതിനകത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് മീറ്റർ തിരിച്ചത് കൊണ്ട് നമുക്ക് കിലോമീറ്റർ എത്ര ഓടി എങ്ങനെയാണെന്നുള്ള കണ്ടീഷൻ, വണ്ടിയുടെ കണ്ടീഷൻ ഒന്നും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ A to Z ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി. ഇപ്പോൾ രാത്രി തന്നെയാണ് ഇട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടൈമിംഗ് ബെൽറ്റ് നോക്കിയപ്പോൾ ബെൽറ്റ് ഇതിനകത്ത് കിടക്കുന്നത് പുതിയതാണ്. കണ്ടില്ലേ, ബെൽറ്റ് ഇതിനകത്ത് നമ്മൾ പുതിയ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, 2021 തന്നെയാണ് മാറിയെന്നൊരു ഡൗട്ട്. മനസ്സിലായില്ല. പക്ഷേ 3 ലക്ഷം കിലോമീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. മീറ്റർ എന്തായാലും തിരിച്ചിട്ടുണ്ട് അതിനകത്ത്. അത് മാത്രമല്ല, ഇതിൽ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ പമ്പ് ലീക്ക് ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ നിന്ന് ചെറിയ ലീക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് 3 ലക്ഷത്തിന് മേലെയൊക്കെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ലക്ഷത്തിലൊക്കെ വാട്ടർ പമ്പ് മാറ്റുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇതിൽ ടൈമിംഗ് മാറുമ്പോൾ ടൈമിംഗ് വീല് അങ്ങനെയുള്ളതൊക്കെ മാറിയിട്ടുണ്ട്. ഇവർ ടെൻഷനർ മാറിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത വർക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷേ മീറ്റർ ഒരിക്കലും തിരിക്കാതിരിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സർവീസിൻ്റെ കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഇത് വണ്ടി അങ്ങനെ നിർത്തിയിട്ട വണ്ടിയാണ്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗം കുറവാണ്. അങ്ങനെ നിർത്തിയിട്ട വണ്ടിയാണ്. അങ്ങനെ പോയി എടുത്തിട്ട് വന്നത് നമ്മൾ. ഇപ്പോൾ ടൈമിംഗ് ബെൽറ്റിൻ്റെ കാര്യം ഞാൻ ഈ പ്രത്യേകിച്ച് നോക്കാൻ കാരണം, ഞാൻ ഏത് വണ്ടി വന്നാലും ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ടൈമിംഗ് ബെൽറ്റ് അയച്ചു നോക്കട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് കിലോമീറ്റർ ഓടേണ്ട വണ്ടികളാണ്. ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വലിയ പൈസ ചിലവാക്കാനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം അയച്ച് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയുടെ ഒരു പക്ക ജെന്യൂനിറ്റിയിൽ ഒരു 90% കിട്ടുമെങ്കിൽ ആ 10% എന്തായാലും ഡ്രോബാക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇന്നോവയുടെ ഇതുപോലെ തന്നെ MH വണ്ടിയാണ് റീ രജിസ്ട്രേഷൻ ചെയ്താണ്. കസ്റ്റമർ മേടിച്ചിട്ട് 3 വർഷമായി. ഇതുവരെയും ടൈമിംഗ് ബെൽറ്റ് തുറന്ന് നോക്കിയിട്ടില്ല അവർ. അപ്പോൾ നമ്മളിവിടെ സർവീസിന് വന്നപ്പോൾ, എറണാകുളത്ത് നിന്ന് വന്ന വണ്ടിയാണ്, സർവീസിന് വന്നപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയത് കണ്ടോ, ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇനിയിപ്പോൾ സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു വണ്ടിയാണെങ്കിലും ശരി, കിലോമീറ്റർ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈമിംഗ്, എഞ്ചിൻ്റെ ഭാഗം, ഹാർഡ് ഭാഗം എന്ന് പറയുന്നത് ടൈമിംഗ് കിറ്റാണ്. ടൈമിംഗ് കിറ്റ് എന്തായാലും മസ്റ്റായിട്ട് മാറിക്കൊള്ളാം. എത്ര കിലോമീറ്റർ എന്നൊന്നും നോക്കണ്ട. ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ മാറിയിട്ടുണ്ടാവില്ല. ഒന്നിൽ അഴിച്ച് നോക്കുക. ഇങ്ങനെയുള്ള ബെൽറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചെയിൻ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അഴിച്ച് നോക്കുക. ഇത്തിരി റിസ്ക് എടുത്താലും കുഴപ്പമില്ല, അഴിച്ച് നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് സമാധാനമായി. ഇനി എനിക്ക് ധൈര്യത്തിൽ വണ്ടി ഓടിക്കാം. അല്ലേ, ഇതിപ്പോൾ പുതിയ ബെൽറ്റാണ്. അങ്ങനല്ലേ, ടൊയോട്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പുതിയ ബെൽറ്റാണ്. ധൈര്യത്തിൽ തന്നെ എനിക്ക് വണ്ടി ഓടിക്കാം. എത്ര ഒരു 1.10 ഒരു 1.20 വരെയെങ്കിലും, 1.20 ലക്ഷം കിലോമീറ്റർ വരെയെങ്കിലും എനിക്ക് സുഖമായിട്ട് ഓടിക്കാം ഈ ബെൽറ്റ് വെച്ചിട്ട്. പേടിക്കാതെ ഓടിക്കുക, ഒരു കുഴപ്പമില്ല. അഥവാ നമ്മൾ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് എന്താവും എന്നൊരു ഡൗട്ട് കൊണ്ട് നമ്മൾ നിൽക്കേണ്ടി വരും. ഇതിപ്പോൾ നോ പ്രോബ്ലം, വിഷയമില്ല. പിന്നുള്ളത് വാട്ടർ പമ്പിൻ്റെ ലീക്കാണ്. നമുക്ക് ഈ വാട്ടർ പമ്പിൻ്റെ ലീക്കാണ് മെയിനായിട്ട് നിർത്തേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്ടർ പമ്പ് ഇതിനകത്ത് മാറ്റാം. അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ലീക്കും വെച്ചിട്ട് ഓടി ഇനിയിപ്പോൾ കൂടുതൽ ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പ്രയാസം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇത് മോഹിച്ചെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓടിക്കുന്ന ഒരു സുഖം വേറൊരു വണ്ടിക്കും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. മറ്റുള്ളവർക്കൊക്കെ ഫീൽ ചെയ്തിരിക്കും, ഓരോരുക്കും ഓരോരോ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. വണ്ടികൾ വേറെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കോളിസിൻ്റെ ഒരു സുഖം അത് ഓടിച്ചാൽ അത് ഫീലാവുള്ളൂ. അതിനോട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് ഫീലാവുള്ളൂ. പഴയ യമഹ വയ്ക്കുന്നൊരു ഫീലാണ്. നമ്മൾ വേറെ ഏത് വണ്ടി ഉണ്ടെന്നെങ്കിലും ഒരു RX 100 വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹരം തന്നെയാണ്. അതുപോലെയാണ് ഈ കോളിസ് വരുന്നത്. മനസ്സിലായില്ലേ? ടൊയോട്ടയുടെ കോളിസ് പക്കയാണ്. അത് പറയുമ്പോൾ തന്നെ പക്ക ഒരു ഫീലാണ് അതിനകത്ത്. കോളിസ് ഗ്രീൻ കളർ GS RS
RS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും സൂപ്പറായിരിക്കും വണ്ടി. എന്താ പറയുക, നമുക്ക് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ ടർബോയോ ഇല്ലെങ്കിൽ വേറെ സെൻസറിൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല ടോർക്കും പവറും നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, വാട്ടർ പമ്പ് അഴിക്കാനായിട്ട് ഈ ചുറ്റുള്ള ബോൾട്ട് മാത്രം അഴിച്ചാൽ മതി. ബോൾട്ട് അഴിച്ചിട്ട് നമുക്ക് തിരിച്ച് പുതിയ പമ്പിനെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഞാനൊന്നും മേടിച്ചിട്ടുള്ള സാധനം ഒക്കെ ഞാൻ ചെക്ക് ചെയ്തിരിക്കുകയാണ്, എന്തൊക്കെ പോയിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ ഓരോന്നോമായിട്ട് നമുക്കത് ചെക്ക് ചെയ്തിട്ട് എന്ത് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി പക്കയാക്കി ബോഡി ഒരു ഫുൾ ബോഡി പെയിൻ്റൊക്കെ അടിക്കണം. കുറച്ച് ഡെൻ്റൊക്കെ ഉണ്ട് ഇതിനകത്ത്, ചെറിയ ചെറിയ ഡെൻറ്റ് തന്നെയാണ്. അത്യാവശ്യം ബോഡി ജെന്യൂൻ ബോഡി തന്നെയാണ്. ഇതേണ്ട ഇവിടെയൊക്കെ ചെറിയ ഡെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പക്കയായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യണം. അതുപോലെ ഡിക്കിയിലും ചെറിയ ഡെൻ്റ് ഉണ്ട്. പക്ഷേ ജെന്യൂനിറ്റി അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇത്രയും വർഷമായിട്ടും നമ്മൾ ഡോറൊക്കെ ഇതുണ്ടോ, ഡോറൊക്കെ ഡിക്കി ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇല്ലേ, എത്ര സ്മൂത്തായിട്ടാണ്. ഈ ഒരു ഫീലിംഗ് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വണ്ടി എനിക്ക് സ്വന്തമാക്കാൻ തോന്നിയത്. ഇനി നമ്മുടെ ടേസ്റ്റിനെ കൊണ്ടുവരണത് മനസ്സിലായില്ലേ. എത്ര തന്നെ ഏത് വണ്ടി എടുത്താലും നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റിനായിട്ട് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാം. എന്തായാലും നമുക്ക് വാട്ടർ പമ്പ് മാറാം. വാട്ടർ പമ്പ് മാറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിലും കൂടെ ഞാനിതിനകത്ത് പറഞ്ഞുതരാം. ചിലപ്പോൾ വാട്ടർ പമ്പ് അഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിലൊരു ടെൻഷനറിൻ്റെ സ്പ്രിങ് ഇതിനകത്താണ് വരുന്നത്. ഈ ഒരു ഹൂക്ക് അത് ഈ ബോൾട്ടിനകത്താണ് വരുന്നത്. അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ, മാറ്റിയിടാതിരിക്കും. മാറ്റിയിട്ടാലും നമുക്ക് സ്പ്രിങ് ഇടാൻ പറ്റില്ല. എന്നാലും നമ്മളൊന്ന് കെയർ ചെയ്ത് അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. എന്ന് വെച്ചാൽ ടെൻഷൻ വലിച്ച് നിൽക്കുന്ന സ്പ്രിങ് അതിലാണ് വരുന്നത്. കണ്ടോ, ഈ സ്പ്രിങ്ങാണ് വരുന്നത്. ഇതിങ്ങനെ കോർത്ത് വരുന്നത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. ടൈമിംഗ് ഒന്നും ഇതിനെ അഴിക്കേണ്ടി വരില്ല. നമുക്ക് വാട്ടർ പമ്പ് അഴിക്കും, ബോൾട്ട് മാത്രം അഴിച്ചിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഇതാണ് വാട്ടർ പമ്പ് വരുന്നത്. വേണ്ട ഈ ഹോളിൽ കൂടിയാണ്, ഡെമ്മി ഹോളിൽ കൂടിയാണ് ലീക്ക് കാണുന്നത് ഇല്ല. അതുപോലെ ഇപ്പുറത്തും ഇവിടുന്ന് ലീക്ക് വന്നിട്ട് അങ്ങനെ പുറത്തേക്ക് വരിക. ഈ പുറത്തേക്ക് വന്നിട്ട് നേരെ നമ്മൾ ടൈമിംഗ് കവറിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും അവിടെ എങ്ങനെയാണ് പുറത്തേക്ക്. പക്ഷേ ഉള്ളിൽ നമുക്ക് ഡാമേജ് ആയിട്ട് ഒന്നും തോന്നില്ല അല്ലേ. ഇത്രയും ക്വാളിറ്റിയാണ് ഓരോ പ്രൊഡക്റ്റും ഇതിൻ്റെ ക്വാളിറ്റിൻ്റെ. ടൊയോട്ടയുടെ ഒറിജിനൽ സാധനമാണ് കിടക്കുന്നത് അതിനകത്ത് ഉണ്ടല്ലേ. വേറെയുള്ള വണ്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ലെഗ് മൊത്തം തുരുമ്പ് പിടിച്ച് അങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇത് നോക്കി കിടക്കുന്നത്. അതാണ് ടൊയോട്ടയുടെ ഓരോ പാർട്ടിൻ്റെയും പ്രത്യേകത. പക്ഷേ ലീക്ക് ഉണ്ട്. ലീക്ക് ഇതേ വന്നിട്ട് ഇതെങ്ങനെ വരുന്നുണ്ട് പുറത്തേക്ക്. എന്തായാലും നമുക്ക് മാറ്റാം അതിനകത്ത്. അപ്പോൾ നമ്മൾ വണ്ടി മാറ്റ് കംപ്ലീറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. മാറ്റും സീറ്റും കംപ്ലീറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ പാച്ച്, ഏകദേശം ചെറിയ ചെറിയ പാച്ച് തന്നെയാണ്. പക്ഷേ ഒരുപാട് ഭാഗത്ത് അങ്ങനെ പാച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തം ഇതൊന്ന് ക്ലീൻ ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ എവിടെ ഉണ്ട്, എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സീറ്റിൻ്റെ ബോൾട്ട് ആയില്ല, അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഫ്ലോർ കംപ്ലീറ്റും പാച്ച് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് എവിടെയൊക്കെ ഉണ്ടെന്നോ നോക്കിയിട്ട് അത് പാച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഭാഗത്തുണ്ട് ഡെൻറ്റും അതുപോലെ തന്നെ പാച്ചും കൊള്ളല്ലോ. മൊത്തം പണി ചെയ്തുകൊണ്ടിരിക്കും. സെൻറ്ററിൽ ഇവിടെ അതുപോലെ തന്നെ ഡോറിലും ഡോർക്ക് നമ്മൾ കംപ്ലീറ്റ് വർക്കായിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത്. ബാക്കിൽ കുറച്ച് പാച്ച് ഉണ്ട്, അതുപോലെ ഡിക്കി ഡോറിൽ കുറച്ച് പാച്ച് ഉണ്ട് വശത്ത്. അങ്ങനെ ഒരുപാട് പാച്ച് ഉണ്ട്. ഇന്നറിൽ ഈ ഭാഗത്ത്, ആ സൈഡ്, താഴ്ഭാഗത്ത് ഫ്ലോറൊന്നും വലിയ കുഴപ്പമില്ല. ഈ സൈഡ് രണ്ട് പാച്ച് ഉണ്ട്. കംപ്ലീറ്റ് ഫുൾ ബോഡി പെയിൻ്റ് അടിക്കാനാണ് നമ്മളിതിനകത്ത്. പാച്ച് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പുട്ടി വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഇന്നോവയുടെ സെൻട്രൽ കൺസോളും കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അതിനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 സപ്പോർട്ട് കൊടുക്കണം, ബാക്കിലും അതുപോലെ സെൻറ്ററിലും ഫ്രണ്ടിൽ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം 2 സൈഡും നമ്മൾ കവർ ചെയ്തിട്ട് വേണം, അത് ഉറപ്പിച്ചിട്ട് വേണം സെറ്റാക്കാനായിട്ട്. ഇപ്പോൾ വെറുതെ ചുമ്മാ വെച്ച് നോക്കിയതാണ്, അളവൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ സെറ്റ് ചെയ്യണം അതിനകത്ത്. പിന്നെ പാച്ച് ചെറിയ ചെറിയ പാച്ചുള്ളൂ, വലുതായിട്ട് പാച്ചുകളില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അടിക്കുന്നുണ്ട്. ഇനി ബമ്പറും ആ സൈഡിലെ ഫ്രണ്ടും കൂടെ ഇതും കൂടെ അഴിക്കാനുണ്ട്. അഴിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതിനുള്ള ഫ്രണ്ട് ഫുഡ് സ്റ്റെപ്പ് അഴിക്കാനുണ്ട്.
ഏകദേശം നമ്മുടെ പുട്ടി വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ സൈഡും ചെറിയ പാച്ച് പോലെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് പുട്ടി വർക്ക് ചെയ്ത് മേലത്തെ ഒരു പെയിൻ്റ് ഒരു കോട്ട് നമ്മളിപ്പോൾ റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി പേപ്പർ ഇട്ട് എടുക്കണം അതിനകത്ത്. ഇതിന് ശേഷം നമുക്ക് പ്രൈമർ അടിച്ചിട്ട് വേണം ഇനിയിപ്പോൾ പെയിൻറ്റ് അണ്ടർ കോട്ട് അടിച്ച് പെയിൻറ്റ് കയറ്റാനായിട്ട്. കംപ്ലീറ്റ് പാച്ച് വർക്കും പുട്ടി വർക്കും ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ സൈഡാണ് കൂടുതലായിട്ടും പാച്ച് വന്നത്. ഇപ്പോഴത്തെ സൈഡ് പാച്ച് നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്തില്ല. ഇപ്പം നമ്മുടെ പെയിൻറ്റിങ് വർക്ക് ഏകദേശം ഫുള്ളി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് പോളിഷ് അടിക്കാനാണ് ബാക്കിയുള്ളത്. ബാക്കി പെയിൻറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ വർക്ക് ഫൈനലി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്ത് ഫുൾ ബോഡി പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ആയിരുന്നു. ഇൻറ്റീരിയൽ ക്ലീനിങ് അതുപോലെ തന്നെ സ്റ്റീരിയോടെ ചെറിയ വർക്കുകളുണ്ടായിരുന്നു, അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് നമ്മുടെ പഴയ സെറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ JBLൻ്റെ സിസ്റ്റം കംപ്ലീറ്റും കയറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. JBL ഡോർ പാഡിൽ 2 6 ഇഞ്ചിൻ്റെ സ്പീക്കറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റിയറിലും JBLൻ്റെ നമ്മൾ ഓവൽ സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റൊക്കെ പഴയ സീറ്റ് തന്നെയാണ്, ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പക്കയാക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനോവയുടെ സെൻട്രൽ കൺസോളാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. അല്ലേ, ഇത് പക്ക നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ ഇനോവയുടെ ഫീലിംഗ് തന്നെ കിട്ടും. ഇതിവിടെ മാത്രം ചെറിയൊരു ഹോളുമാരി കാണുന്നത് ഇനോവയുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നതാണ്. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അടയ്ക്കാം, ഒരു പീസ് വെച്ചിട്ട് ഇതേ പെയിൻറ്റ് അടിച്ചിട്ട് നമുക്ക് അടയ്ക്കാനും പറ്റും. അല്ലേ, പെയിൻറ്റിങ് പക്ക ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഓടിയതിന് ശേഷം ഇത് സെറാമിക് ഒന്ന് അടിക്കണം. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും ക്വാളിറ്റി കാണാനും. അതുപോലെ തന്നെ വണ്ടി നല്ല ഷൈനിങ്ങും ഉണ്ടാവും ഇതിനകത്ത്. ഇതിപ്പോൾ നമുക്ക് ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് കോളിസിൻ്റെ പെയിൻറ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളറ് വിത്ത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരിക. ആ ഒരു ഷെയ്ഡ് ഇതിനകത്ത് പക്കയായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കോർണറിലൊക്കെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വൺ സൈഡ് ഗ്രീനും മറ്റേ സൈഡ് ഫുള്ളൊരു ബ്ലൂ ഷെയ്ഡ് മാതിരി നമുക്കിതിനകത്ത് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ ഈ കോമ്പിനേഷനൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇത് മാത്രം നമ്മൾ മാറ്റിയതാണ്. ഇത് മാറ്റിയതിൻ്റെ കണ്ടില്ല, ഇത് കറക്റ്റ് ഫിറ്റിങ്സ് കറക്റ്റ് ആവില്ല മാറ്റിയാലും. ഇത് കിടക്കുന്ന ഈ ഭാഗത്ത് കിടക്കുന്ന ഒറിജിനൽ. എപ്പോഴും നമ്മൾ ഒറിജിനൽ കിട്ടിയാൽ ഒറിജിനൽ തന്നെ വിടാൻ നോക്കുക. അല്ലാത്ത പക്ഷം ഇത്തിരി അങ്ങോട്ടോ പറഞ്ഞ് നിൽക്കുക. അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല, പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റും ആവും പോളിസിൻ്റെ ഒക്കെ. പിന്നെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് നമ്മൾ മഡ് ഫ്ലാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെയർ കോഡ് മഡ് ഫ്ലാപ്പ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ഫിറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ 4 MRFൻ്റെ പുതിയ ടയറാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. വണ്ടി ഇപ്പോൾ പക്ക ഓക്കെയാണ്. അതുപോലെ എൻജിൻ ഭാഗവും മെക്കാനിക്കൽ ഭാഗവും കംപ്ലീറ്റും ഫിനിഷാണ് വണ്ടിയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.